നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നോക്കുന്നത് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് മെസ്സേജാണ്. റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നത് നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ബാക്കി എല്ലാത്തതെല്ലാം വിട്ടുകളയുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചും നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. Third party situation. Other people may be interfering with this relationship and dimming its full potential. നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് വേറെ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല. ഒന്നുകിൽ ഫാമിലി, ഫ്രണ്ട്സ്, ജോബ്, അതെന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വരുന്നത് എന്തും തേർഡ് പാർട്ടി ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാവർക്കും ബാധകമായിരിക്കില്ല, ചിലർക്കെങ്കിലും. ലവ് യുവർ ഷാഡോ. അക്സെപ്റ്റ് ആൻഡ് വർക്ക് വിത്ത് ദ ഫ്ലോ ഇൻ യുവർ സെൽഫ് സോ യു ക്യാൻ ലേൺ ടു അക്സെപ്റ്റ് അതേഴ്സ് ആസ് ദേ ആർ. നിങ്ങൾ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ ഷാഡോ സൈഡിൽ വർക്ക് ചെയ്യാൻ, യുവർ സെൽഫിൽ വർക്ക് ചെയ്ത് നിങ്ങൾ മാറ്റിയെടുക്കണം. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അത് നിങ്ങളെ തന്നെ സ്വയം അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരുടെയും കുറ്റങ്ങളും കുറവുകളും എല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക. അൺബ്രേക്കബിൾ ലവ്. This person has genuine love for you. You can overcome any issue that may raise. നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയില്ല. ഈ വ്യക്തിക്ക് നിങ്ങളോട് ജെന്യുവനായിട്ടുള്ള സ്നേഹമാണെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഡീപ്പനിങ്. A relationship will finally deepen in the next few months. You have been waiting for this. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വേറൊരു അടുത്ത ലെവലിലേക്ക് മാറുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഉള്ളൊരു റിലേഷൻ ആവാൻ പോവുകയാണെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഡിഫിക്കൽട്ടീസ്. Jealousies from others may serve as obstacles to the success of this connection. ഈ കണക്ഷനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ളവരുടെ അസൂയ, കണ്ണേറ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടെ മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Leave your fears behind. They are stopping this relationship from blossoming. നിങ്ങളുടെ പേടികളും ഭയങ്ങളും എല്ലാം ഒഴിവാക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നതിനെ തടയുന്നത്. നിങ്ങളുടെ പേടികളാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ പേടികൾ തന്നെ, നിങ്ങളുടെ മനസ്സിലുള്ള പേടികൾ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നത്. ഫ്രീ യുവർ സെൽഫ്. യു ഡോണ്ട് നീഡ് ടു ബി ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ് ഫോർ എ ലവ് റിലേഷൻഷിപ്പ് ടു ബി സക്സസ്ഫുൾ. നിങ്ങൾ കൺട്രോൾ എല്ലാം ഒഴിവാക്കാനാണ് പറയുന്നത്. നിങ്ങളെ ഫ്രീ ആയിട്ട് വിടാൻ, റിലേഷൻഷിപ്പിൽ കൺട്രോൾ ചെയ്യുന്നത് ഒഴിവാക്കാനാണ് പറയുന്നത്. എന്നാലേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളായി വരുള്ളൂ.
reaching your goal. Everything you want from this connection will manifest in the near future. വളരെ അടുത്ത് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ബൗണ്ടറീസ്. യു നീഡ് ടു ടീച്ച് പീപ്പിൾ ഹൗ ടു ട്രീറ്റ് യു ബൈ ബീയിങ് ക്ലിയർ ഓൺ വാട്ട് യു വിൽ ഓർ വോണ്ട് അലോ. നിങ്ങൾ ഒരു ബൗണ്ടറീസ് എല്ലാ ആൾക്കാരിൽ നിന്നും തീർക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ബൗണ്ടറി വെച്ചിട്ടുള്ള, ചിലപ്പോൾ നിങ്ങൾ എല്ലാ ഇതിലും ഒരു ബൗണ്ടറി ഇല്ലാതെ എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അതൊക്കെ മാറ്റണമെന്നാണ് പറയുന്നത് ഏഞ്ചൽ. നിങ്ങൾ ബൗണ്ടറി വെക്കാൻ പഠിക്കണം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളെ മറ്റുള്ള ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യാനും ഇതുമൊക്കെ, നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. Take a leap of faith. Only when you are willing to set out of your comfort zone will you reap great rewards. നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് പറയുന്നത്. അതിൽ നിന്ന് അന്നേരം നിങ്ങളുടെ ഫെയ്ത്തിൽ ഒരു ട്രസ്റ്റ് വെക്കുക. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെച്ച് നിങ്ങളുടെ കംഫോർട്ട് ഫോമിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് പറയുന്നത്. Reconciliation. Someone from your past is or will be returning to your life soon. നിങ്ങളെ റിലേഷനിലുള്ള ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റീകൺസിലിയേഷൻ ഉടനെ ഉണ്ടാകുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇനി നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. Calling in your soulmate. Your prayers, affirmations and visualization help bring you together. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും അഫർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ ഒരുപാട് സഹായിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളെ ഒന്നിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ സഹായിക്കും, അഫർമേഷൻസും സഹായിക്കും. നിങ്ങളന്നേരം ഒരുപാട് പ്രാർത്ഥിക്കുക, നല്ലപോലെ വിഷ്വലൈസേഷൻ ചെയ്യുക, അഫർമേഷൻസ് പറയുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഡീപ്പണായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു റീഡിങ്ങായിട്ട് വരുന്നത് വരെ ബായ്.